ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈസി സ്നാക്കാണ് കേട്ടോ. നമ്മൾ കൂടുതലായിട്ടും കറികളും അതുപോലെ ഇപ്പോൾ പായസങ്ങളൊക്കെയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിലൊരു സ്നാക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഗോതമ്പ് പൊടിയും പഞ്ചസാരയൊക്കെ ഉപയോഗിച്ച് ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാരയും ഏലക്കയും ഒരുമിച്ച് പൊടിച്ച് വെച്ചത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ചൂടുവെള്ളത്തിൽ വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. ആദ്യം നമുക്ക് ഈ ഗോതമ്പ് പൊടിയും ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുക. ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ ചിരവിയത്, പഞ്ചസാര, ഏലക്കപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഒരുപാട് ഏലക്കപ്പൊടി വേണ്ട, 1/2 ടീസ്പൂൺ മതി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ചേർക്കുക. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ 1 പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ 1 പിഞ്ച് ഉപ്പും കൂടി ചേർക്കട്ടെ. ഇതാ ഇങ്ങനെ 1 പിഞ്ചേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് ചപ്പാത്തി മാവിൻ്റെ പാകത്തിൽ കുഴച്ചെടുക്കണം. ഒരുപാട് ലൂസായി പോരുത്, നമ്മൾ കൈ കൊണ്ട് കുഴയ്ക്കേണ്ട, ചൂട് വെള്ളമാണ്. അതുകൊണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുക്കുക. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കുഴയ്ക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നോളും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. അത് ഓപ്ഷനിലാണ് കേട്ടോ. വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. ഇതിൽ ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റ് ആവില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര ചേർക്കണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ തിളച്ച വെള്ളത്തിന് ഒരു ശർക്കര പാനി ഒഴിച്ച് കുഴച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ കൈ ഉപയോഗിച്ച് ചപ്പാത്തി മാവിൻ്റെ പാകത്തിലാക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ പൊടി നമ്മൾ നന്നായിട്ട് കുഴച്ച് ഇതുപോലെ ചപ്പാത്തി മാവിൻ്റെ പാകത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം എപ്പോഴും ശ്രദ്ധിച്ച് ചേർക്കുക. വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ തടവിയതിന് ശേഷം ഇത് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരളവിൽ നെയ്യാണ് തടവി കൊടുക്കുന്നത്. നെയ്യോ എണ്ണയോ തടവുക. നമ്മുടെ കയ്യിൽ ഇതുപോലെ 2 കൈയിലും തടവുക. ചെറിയൊരു ബോൾ എടുക്കുക കേട്ടോ, ഒരുപാട് വലുതല്ല, ഒരു മീഡിയം വലിപ്പത്തിൽ. നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ളൊക്കെ വേവാൻ പാകത്തിനുള്ള വലിപ്പത്തിൽ ഇതുപോലെ ബോൾസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിന് ശേഷമാണ് ബോൾസ് റെഡിയാക്കി തുടങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കണ്ടോ, ഒരു ബോൾ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവി കൊടുക്കുക. അടുത്ത ബോൾ റെഡിയാക്കുക. ഇതുപോലെ നമ്മുടെ കൈയുടെ ഉൾഭാഗത്തിട്ട് ഉരുട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബോൾ ഷേപ്പ് കിട്ടും കേട്ടോ. അതുപോലെ എല്ലാ ബോളും റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബോൾസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വലിപ്പം കൂട്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉൾഭാഗം വേവില്ല എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മൾ പച്ചവെള്ളത്തിൽ പൊടി കുഴച്ചാലും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി വെന്തതല്ലാത്തതുകൊണ്ട് നമ്മുടെ പുറം ഭാഗം വേഗം കരിഞ്ഞു കിട്ടുകയും ചെയ്യും, ഇൻസൈഡ് കറക്റ്റായിട്ട് കുക്കാവില്ല. നമ്മൾ തിളച്ച വെള്ളത്തിൽ പൊടി കുഴച്ചാലാണ് പൊടി നന്നായിട്ട് കുക്കായി കിട്ടുക. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂട് കറക്റ്റ് ആയോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഒരു ബോൾ എടുത്തിട്ട് ആദ്യം ഇട്ട് നോക്കാം, അല്ലെങ്കിൽ ഒരു ബോളിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഇട്ട് നോക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് എല്ലാം കൂടി ഇട്ടുണ്ടെങ്കിൽ എണ്ണയുടെ ചൂട് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബോള് എണ്ണ വലിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരെണ്ണം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം എണ്ണയുടെ ചൂടൊക്കെ കറക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഒരുമിച്ചല്ലാതെ കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡായി വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമല്ലോ. അതിനനുസരിച്ച് നമ്മൾ ഉണ്ടംപൊരിയൊക്കെ ഉണ്ടാക്കിയ പോലെ ഇരിക്കും. പക്ഷെ ഉണ്ടംപൊരി അല്ല, ഉണ്ടംപൊരി ഉണ്ടാക്കുന്ന അത്രയും പ്രോസസ്സും ഇല്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കരുത്. പിന്നെ ഇതൊന്ന് കുക്കായി വരട്ടെ. നമ്മളൊന്ന് 2 സൈഡിലേക്കും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഒരെണ്ണം കുക്ക് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ളത് ഇടുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമ്മുടെ കൈ പൊള്ളാതിരിക്കാനായിട്ട് ഞാനൊരു എളുപ്പ വഴി പറയാം കേട്ടോ. ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്തിലാണോ അതിലേക്ക് ഒരു 3-4 ബോൾസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം പതുക്കെ എണ്ണയിലേക്ക് താഴ്ത്തി ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ബോൾസ് ഇട്ട് വരുമ്പോൾ കൈ പൊള്ളിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും കൈ പൊള്ളാതിരിക്കാനുള്ളൊരു വഴിയാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പതുക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയും മുഖവും ഒന്നും പൊള്ളില്ല കേട്ടോ. ഏറ്റവും സേഫായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ആ ഒരു ബോൾ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയായിരുന്നു. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ബോൾസ് ഇടുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയുടെ ചൂട് കുറവായിരിക്കുക. എണ്ണയുടെ ചൂടൊന്ന് കറക്റ്റായി വരാനാണ് നമ്മൾ ഒന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കുന്നത്. ഇനി ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ കണ്ടോ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിക്കഴിഞ്ഞു. ഒന്നുകൂടി നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് ബ്രൗൺ ഷെയ്ഡായി പോകണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് ചൂട് മാറി വരുമ്പോൾ വീണ്ടും ബ്രൗൺ ഷെയ്ഡായി വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ബ്രൗൺ ആവണ്ടെന്ന് പറയുന്നത്. ഇതുപോലെ ഇങ്ങനെ എല്ലാ സൈഡിലേക്കും തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. വളരെ എളുപ്പമുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഉറപ്പായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ കുട്ടികൾക്ക് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ അല്ല, ഇപ്പോൾ ജീരകപ്പൊടിയുടെ ഫ്ലേവറാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ജീരകപ്പൊടി ചേർക്കാം. അല്ലെങ്കിൽ രണ്ടും ചേർക്കണം എന്നുണ്ടെങ്കിൽ രണ്ടും ചേർക്കാം. കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഉണ്ടംപൊരിയൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും പറയാറുണ്ട് കൺസിസ്റ്റൻസി കറക്റ്റ് ആവുന്നില്ല, ഉണ്ടംപൊരിയുടെ ഇൻസൈഡ് കുക്ക് ആവുന്നില്ല, ഉണ്ടംപൊരി പെർഫെക്റ്റ് ആവുന്നില്ല എന്നൊക്കെ. ഇതൊക്കെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ടപ്പോൾ ഉണ്ടായിരുന്ന ആ പത കുറഞ്ഞു വന്നതുണ്ടോ. നമ്മുടെ ബോൾസ് ഫ്രൈ ആവുന്നതനുസരിച്ച് എണ്ണയുടെ പത കുറഞ്ഞു വരും. നമ്മൾ ബോൾസ് ഇടുമ്പോൾ എണ്ണയിൽ നന്നായിട്ട് പതയുണ്ടാവും. അതൊന്ന് മൊരിഞ്ഞ് വരുന്നതനുസരിച്ച് ആ പത കുറഞ്ഞു വരും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ ഈ ഒരു ബാച്ച് എണ്ണയിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. ഇത്രയും മതി. ഈ ഒരു കളറിലായിട്ടുണ്ട്. ഇനി ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി കളർ മാറും. ഇനി നമ്മൾ വീണ്ടും ഫ്ലെയിം കൂട്ടി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കുറച്ച് ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുക. ഈസി പരിപാടിയാണ്. ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമിൽ മാത്രമേ കുറച്ച് സമയം എടുക്കുകയുള്ളൂ. ബോൾസൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ കഴിയും. അപ്പോൾ എന്തായാലും ഞാനത് മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇനി കാണാം നമുക്ക്. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം നമ്മളിതാ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് കഴിക്കാം കേട്ടോ. നല്ല ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്ത സ്നാക്സ് ആണെങ്കിൽ ചെറിയൊരു ചൂടോടെ കഴിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോരുതേ. അപ്പോൾ ഞാനിത് കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണിച്ചു തരാം. എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമാണ് ഇൻസൈഡ് കുക്കായിട്ടുണ്ടാവുമോ എന്നുള്ളത്. ഇതാ ഇൻസൈഡൊക്കെ പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് കണ്ടോ. കയ്യിലൊന്നും ഒട്ടുന്നില്ല. ഇൻസൈഡ് കുക്കായിട്ടില്ലെങ്കിൽ കയ്യിലിങ്ങനെ പതുക്കെ ഒട്ടി വരും മാവ്. ഇതിപ്പോൾ പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടുത്ത ദിവസം നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.